ഹാർട്ട് ബീറ്റിനെ അടക്കം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. സോ ആ ബ്രെയിനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. സോ ഡയബറ്റീസ് ബ്രെയിനിനെ ബാധിക്കും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബ്രെയിനുള്ള കോശങ്ങൾ അതിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങോട്ട് ഈ ഷുഗർ ലെവൽ വന്നിട്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. കണ്ണിന് തീർച്ചയായിട്ടും ബാധിക്കും. കണ്ണിന് വളരെയധികം സെൻസിറ്റീവ് ആണ് ഡയബറ്റീസും കണ്ണും തമ്മിൽ. റെറ്റിനോപ്പതി, അതുപോലെ ബ്ലൈൻഡ്നെസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണിന്റെ റെറ്റിനയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ പിന്നെ അത് മാറ്റിവെക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. റിപ്പയർ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. സോ ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് റെറ്റിനോപ്പതി. ഉണ്ടാവും, ഒരു സംശയമില്ല. കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ പല ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? കണ്ണ് കാണാത്തപ്പോഴോ? റൈറ്റ്. ഓറൽ ഹെൽത്ത്, പല്ലിനും മോണയ്ക്കും ഒക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഹാർട്ടിന് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും. കാരണം ഈ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി, എന്തുകൊണ്ട് ഹാർട്ടിന് കൂടുതൽ പ്രോബ്ലം വരുന്നു, ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്കോ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഒരു ചെറിയൊരു പൈപ്പിലൂടെ സാധാരണ ഒരു പച്ചവെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. അത് സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്ത് പോകും, ആണോ അല്ലേ? പക്ഷേ പഞ്ചസാര നല്ലോണം കലക്കിയ ഒരു വെള്ളമാണ് പൈപ്പിലൂടെ ഒഴിക്കുന്നതെങ്കിൽ അതിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. യെസ്, ആ തിക്നെസ് കൂടിയ ബ്ലഡ് ഈ ഞരമ്പിലൂടെ പോകുമ്പോഴും അത് ഹാർട്ടിലേക്ക് ചെല്ലുമ്പോഴും അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് ഹാർട്ടിന് എടുക്കേണ്ടി വരും. അത് വലിയ കോംപ്ലിക്കേഷൻ ഹാർട്ടിന് ഉണ്ടാക്കും. ദെൻ കിഡ്നി, ബ്ലഡ് പ്യൂരിഫിക്കേഷനിലെ ലിവറിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നത് കിഡ്നിയാണ്. കിഡ്നിക്ക് ഹൈ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. കിഡ്നി ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, മാറ്റിവെക്കല്ലാതെ. ലിവർ ടോട്ടലി ഡാമേജ് ആയി കഴിഞ്ഞാൽ, സിറോസിസ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ ലിവർ മാറ്റിവെക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പറയാൻ വളരെ എളുപ്പമാണ്. ഇറ്റ്സ് ഹൈലി എക്സ്പെൻസീവ് എന്ന് മാത്രമല്ല, അതിന്റെ കോംപ്ലിക്കേഷൻ ആഫ്റ്റർ മാറ്റിവെച്ച ശേഷം ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രഗ്നൻസി പീരീഡിൽ ബർത്ത് ഡിഫക്ട്സ് വരെ വരാം, കുട്ടിയെ പോലും ബാധിക്കാം ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ. ന്യൂറോ സിസ്റ്റത്തെ, ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ന്യൂറോണുകളാൽ കണക്റ്റഡ് ആണ് ഫ്രം ഹെഡ് ടു ടോ. ഈ ആശയവിനിമയങ്ങൾ, മെസ്സേജസ്, ബ്രെയിനിൽ നിന്ന് മെസ്സേജുകൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും, ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് തിരിച്ച് ബ്രെയിനിലേക്കും പോകുന്നത് ഈ ന്യൂറോണുകൾ വഴിയാണ്, നെർവസ് സിസ്റ്റം വഴിയാണ്. അതിന് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് മെസ്സേജ് പോവില്ല. അപ്പൊ ഉദാഹരണം പറയാം, ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സെൻസേഷൻ ഒക്കെ നഷ്ടപ്പെട്ടു പോകും. കാലിലൊക്കെ ചിലപ്പോൾ തൊട്ടാലൊന്ന് സ്പർശന ശേഷി നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ടാ? കാലിന്റെ ഭാഗത്തുള്ള ആ ന്യൂറോണിൽ നിന്നും ബ്രെയിനിലേക്ക് മെസ്സേജ് എത്താത്തതുകൊണ്ടാണ്. സോ അത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് നയിക്കും. ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, അതുപോലെ ലോവർ ലിംസ്, ഞാൻ നേരത്തെ പറഞ്ഞു സ്പർശനശേഷി നഷ്ടപ്പെട്ടു പോകുന്നത്, അതുപോലെ കാലിലായിക്കോട്ടെ, പ്രധാനമായിട്ട് കാലിലൊക്കെ ആയിക്കോട്ടെ, മുറിവ് വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പഴുത്ത് ഗാംഗ്രീൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അൾസറേഷൻ, അവസാനം അത് കട്ട് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. ഏതുവരെ കട്ട് ചെയ്യും? അര വരെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ചെറിയൊരു മുറിവുണ്ടായാൽ പോലും നമുക്ക് എന്തുമാത്രം വേദനയുണ്ട്. അപ്പോ ഈ വിരലും കാലും പാദവും മുട്ടും ഒക്കെ കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം എന്താണ്? അത്രമാത്രം ഡെഡ്ലി ഡേഞ്ചറസ് ആണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻസ് വളരെ ഹൈ ആണ്. ഈ കോംപ്ലിക്കേഷൻസ് മൂലമാണ് ആളുകൾ മരണപ്പെടുക. പക്ഷെ പലപ്പോഴും ആളുകൾ ചിന്തിക്കില്ല ഇതിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ച്. ഗുളികയുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ട്, അത് കഴിക്കുമ്പോൾ നോർമൽ ലെവലിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ മരുന്ന് കഴിച്ചാലും ഈ കോംപ്ലിക്കേഷൻസ് പതുക്കെ വരും. സോ ഡെഫിനറ്റ്ലി മെഡിസിൻസ് ഒഴിവാക്കിയിട്ട് ഒരു പ്രിവെൻഷനോട് കൂടി ഈ കോംപ്ലിക്കേഷൻസ്, ആഫ്റ്റർ എഫക്ട്സിനൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. സോ ഇവിടെയാണ് നമ്മുടെ ഐകോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ റെലവൻസ്, മൈ ഡിയർ ഫ്രണ്ട്സ്. വാട്ട് എ ബ്ലസ്ഡ് പ്രോഡക്റ്റ് ഇറ്റ് ഈസ്. ഒരു റിച്ച് കോഫിയുടെ ആയിട്ടുള്ള ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഡയബറ്റീസിനെ ഹെൽത്തി ലെവലിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഡയബറ്റീസിന് പെർമനന്റ് സൊല്യൂഷൻ ഇല്ല, മെഡിസിൻസും ഇല്ല. കോഫി കൊണ്ടും പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഒരാളോടും നിങ്ങൾ ഡയബറ്റീസ് മാറും എന്ന് പറയരുത്. കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഹെൽത്തി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ഗ്യാരണ്ടി ആയിട്ട് തിരിച്ചു വരാൻ പറ്റും ഐകോഫി റെഗുലർ ആയിട്ട് ഒരാൾ കഴിക്കുകയാണെങ്കിൽ. എന്താണ് ഐകോഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് അത്ര ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. എന്നാലും ഏകനായകം,
ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ചരക സംഹിത, അതിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് മധുമേഹ അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് ഏകനായകമാണ്. വളരെ അധികം കയ്പാണ് അതിന്റെ വേര് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ട്രങ്ക്, അതിന്റെ തടി, ആ തടി കൊണ്ട് ആ ഭാഗം കൊണ്ട് ഗ്ലാസും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് രാത്രി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം അതിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾ അത് കുടിക്കുന്ന ശീലം, നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയൊക്കെ ശീലമുള്ള ആളുകളുണ്ട്. ആയുർവേദത്തില് നിങ്ങൾ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഡയബറ്റീസിനുള്ള ഏത് മെഡിസിനും നിങ്ങൾ നോക്കിക്കോ, അതിനകത്ത് ഏകനായകം ഉണ്ടാവും. അത്രമാത്രം എഫക്റ്റീവ് ആണ് സലേഷ്യ റെറ്റിക്കുലേറ്റ അഥവാ ഏകനായകം എന്ന് പറയുന്ന ഔഷധ സസ്യം ഡയബറ്റീസ്. ഇത് ഡയബറ്റീസിനെ വളരെ ഹെൽത്തി ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഒപ്പം ഇതിനകത്തുള്ള മറ്റു ഇൻഗ്രീഡിയൻസ്, ഒന്ന് കൂർഗ് റിജിൽ നിന്നുള്ള റോസ്റ്റഡ് കോഫി ബീൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. അതുപോലെ കൗഹേജ് അഥവാ വെൽവെറ്റ് ബീൻ, നായ്ക്കുരണം എന്ന് പറയുന്ന ആ ഔഷധ സസ്യത്തിൽ നിന്ന് മോളിക്യൂൾസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഐ കോഫി ഒരാൾക്ക് ഉപയോഗിക്കാം. കാരണം ഇതിനകത്ത് ഉള്ള ഒരു പ്രോസസ്സ് ഒരു 40 ഡിഗ്രിയിൽ ഒരു സ്ലോ റോസ്റ്റിംഗിലൂടെയാണ് കോഫി എടുക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കഫീൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ കമ്പനിക്ക് സാധിക്കുന്നു. കഫീൻ ഇല്ലാത്ത കോഫിയാണ് ഐ കോഫി. സോ അതുകൊണ്ട് തന്നെ അത് ലൈഫ് ലോങ് റെഗുലർ ആയിട്ട് ഏതൊരാൾക്കും ഉപയോഗിക്കാം. ഈവൻ ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ധൈര്യമായിട്ട് ഐ കോഫി ഉപയോഗിക്കാം. കാരണം ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോ മെഡിസിൻസിൽ നോർമലി കഫീൻ ഉണ്ടാവും. അവർക്ക് കോഫി കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ കോഫി ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഉപയോഗിക്കാം, ബിക്കോസ് നോ കഫീൻ. എനിബഡി ക്യാൻ യൂസ്. സോ ഈ ഒരു സ്ലോ റോസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള പോളിഫിനോൾസിനെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ കോഫി ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു ബെനിഫിറ്റും നമ്മുടെ ഐ കോഫി ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. സോ ഇറ്റ്സ് വളരെയധികം റിസർച്ച് ഓറിയന്റഡ് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കോഫി. അത് ഐ കോഫി ക്രീമർ, ഐ കോഫി ബ്ലാക്ക്, 2 വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. റൈറ്റ്, വാട്ട് ആർ ദ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ഐ കോഫി? റൈറ്റ്. സോ ഇത് ഏത് തരം ഡയബറ്റീസ് ഉള്ള ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണെങ്കിലും നമുക്ക് ഐ കോഫി ഉപയോഗിക്കാം. ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും ജസ്റ്റേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഐ കോഫി ഉപയോഗിക്കാം. ഇറ്റ്സ് സേഫ് ടു യൂസ്. ഇതിനകത്ത് ഷുഗർ ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് ഷുഗർ ഇല്ല. ദെൻ എത്ര കാലം ഇത് ഉപയോഗിക്കണം? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പം നിങ്ങൾ പ്രമേഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഐ കോഫി ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് ഐ കോഫി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടല്ല ഐ കോഫി ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവരുടെ ശരീരം ആ മെഡിസിനിൽ അഡ്ജസ്റ്റഡ് ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. സഡൻ ആയിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല. സോ എലോങ് വിത്ത് മെഡിസിൻ അവർക്ക് സേഫ് ആയിട്ട് ഐ കോഫി സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നാൾ കഴിയുമ്പം അതിൻ്റെ അനുസരിച്ചുള്ള ചേഞ്ചസ് അവരുടെ ബോഡി വരുന്നുണ്ടാവും. ആ ഇംപ്രൂവ്മെന്റിനനുസരിച്ച് മെഡിസിൻ അളവ് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക. അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് സ്വയമായിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. റൈറ്റ്. ആ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാം. ഐ കോഫി അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. ഒരു ക്വാളിറ്റി ലൈഫ് വിത്തൗട്ട് മെഡിസിൻ, വിത്തൗട്ട് ആഫ്റ്റർ എഫക്ട്സ്, ഒരു ക്വാളിറ്റി ലൈഫ് ഐ കോഫി റെഗുലർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. റൈറ്റ്. ക്യാൻ ദിസ് ബി ടേക്കൺ വിത്ത് ഇൻസുലിൻ? യെസ്, ഓഫ് കോഴ്സ്. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം. ഇത് ഷുഗറിനെ ലോ ആക്കുമോ? അതായത് നോർമൽ റേഞ്ചിലുള്ള ഷുഗറുള്ള ഒരാൾ ഐ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോ ഷുഗർ ആയി പോകുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇതിന്റെ ഒരു മെക്കാനിസം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. പ്രമേഹമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻ പ്രമേഹം ഇല്ലാത്ത ഒരാളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു സംശയമില്ല, ലോ ഷുഗർ ആവും. ആ മെഡിസിനിലുള്ള ഇൻസുലിൻ കണ്ടന്റിന് എത്ര യൂണിറ്റ് ഗ്ലൂക്കോസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും അയാളുടെ ബ്ലഡിൽ കുറയും. ലോ ഷുഗർ ആയി പോകും, യാതൊരു സംശയമില്ല. എന്നാൽ ഇവിടെ നമ്മുടെ ഐ കോഫിയിൽ ഒരു ലോ ഷുഗർ ആക്കുക എന്നുള്ളത് ഒരു പ്രോസസ് അല്ല മെയിനായിട്ട് നടക്കുന്നത്. ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്സാണ്. ഗ്ലൂക്കോസിന് ആവശ്യത്തിന് ബ്ലഡിലേക്ക് വിടുക എന്നുള്ള ഒരു കൺട്രോളിംഗ് പ്രോസസ്, ഇവിടെ റെഗുലേറ്റിംഗ് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ ബ്ലഡിൽ ഹെൽത്തി ലെവലിലുള്ള ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രമേഹമുള്ള ആളുകൾക്കും പ്രമേഹം വരാൻ സാധ്യതയുള്ളവർക്കും പ്രമേഹം ഇല്ലാത്തവർക്കും ഐ കോഫി ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. റൈറ്റ്. സോ നോർമൽ ആളുകൾക്കും വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം. റൈറ്റ്. സോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ്. സോ ഈ ഒരു കോഫി ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക്, മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ആളുകൾക്ക് എത്താൻ പറ്റും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്,
പ്രമേഹം കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സോ അതിന്റെ ഭീകരത എന്താണോ എന്നൊന്നും അറിയാതെ വളരെ ലാഘവത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ലൈഫിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ സാധിക്കും മൈ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇതൊരു വലിയൊരു സർവീസ് ആയിട്ട്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക. ഒപ്പം നിങ്ങൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുക.